ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വളരെ സിമ്പിളുള്ള സ്റ്റെപ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. പുറമേയുള്ള ചൂട് അധികമാവുന്ന സമയത്ത് ജനലുകൾ അടയ്ക്കുകയും കുറയുന്ന സമയത്ത് ജനലുകൾ തുറക്കുകയും ചെയ്യുക. ഒരു ദിവസത്തെ ഏറ്റവും തണുത്ത സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 4 മണി മുതൽ 7 മണി വരെയാണ്. അതിനുശേഷം ദിവസം മുഴുവനും ചൂടേറിക്കൊണ്ടിരിക്കും. അതിനാൽ തന്നെ പകൽ മുഴുവൻ ജനലുകൾ അടച്ചിടുകയും രാത്രി 8 മണിക്ക് ശേഷം ജനലുകൾ തുറക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പുറമേയുള്ള ചൂട് അധികമാകുമ്പോഴത്തേക്കും തീർച്ചയായും ആ ചൂട് തണുപ്പുള്ള നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ആ ചൂടിന് പുറമേ പോകാൻ പറ്റാതാവുകയും നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ സ്വാഭാവികമായും കൂട്ടുന്നു. അടുത്ത രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് കർട്ടൻസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള കർട്ടൻസ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ആക്ച്വലി കർട്ടൻസ് നമ്മൾ ബ്ലാക്ക് കളർ അതേപോലത്തെ ഡാർക്ക് കളർ കർട്ടൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സൂര്യൻ്റെ ചൂട് വലിച്ചെടുക്കുകയും നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. എപ്പോഴും വളരെ ലൈറ്റായിട്ടും വൈറ്റ് കളർ പോലത്തെ കർട്ടൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മാത്രമല്ല, നമ്മുടെ റൂമിനകത്തുള്ള കാർപ്പറ്റ്സ് പോലത്തെ മെറ്റീരിയൽസ് എന്ത് തന്നെ ആയിരുന്നാലും ഡസ്റ്റ് നമ്മുടെ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടാൻ ചാൻസ് ഉള്ള എന്തൊക്കെ നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ റൂമിനുള്ളിൽ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് സഹായിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ട് റൂമിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. നിങ്ങൾ എപ്പോഴും ചിലവഴിക്കാറുള്ള റൂമിൽ കാർപ്പറ്റ്സും പില്ലോ പോലത്തെ കാര്യങ്ങളെല്ലാം അവിടെ നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത മൂന്നാമത്തെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെറ്റ് ഔവലെന്നേയും കൊണ്ട് റൂം ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയാണ്. നമുക്കതിൽ പണ്ട് കാലങ്ങളിൽ AC ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ റൂമെല്ലാം തന്നെ തണുപ്പ് നിലനിൽക്കുന്നതിനായിട്ട് നനഞ്ഞ തുണി കൊണ്ട് തറയെല്ലാം വൃത്തിയാക്കാറുണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ട് റൂമിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കും. ഇതുകൂടാതെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനലിലെല്ലാം നനഞ്ഞ തുണി ഹാങ് ചെയ്യുന്ന കാര്യമാണ്. ഹാങ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറയുന്നത് ഈ വെളിയിലുള്ള ചൂട് കാറ്റ് നമ്മുടെ റൂമിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ഈ നനവ് കാരണം അതിൻ്റെ തണുപ്പും ആ ഡ്രൈനെസ് മാറി വളരെ കൂളിംഗ് എഫക്റ്റ് നമ്മുടെ റൂമിൽ ലഭിക്കാനായിട്ട് സഹായിക്കും. അടുത്ത അഞ്ചാമത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു കൂളർ നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഇത് വളരെ ചിലവുള്ള കാര്യമൊന്നും തന്നെയല്ല. നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചാൽ മാത്രം മതി. ഈ കാറ്റ് കാരണം ഈ വെള്ളം യുവാപ്പറേറ്റ് ആവുകയും നമ്മുടെ റൂമിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കുകയും ചെയ്യും. ഈ വെള്ളം നമ്മൾ തണുത്ത വെള്ളമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും ഇത്. 4000-5000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ചിലവാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കൂളർ തന്നെ പർച്ചേസ് ചെയ്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. അടുത്ത ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബെഡിനെ പറ്റിയാണ്. സിന്തറ്റിക് മെറ്റീരിയൽ പോലത്തെ പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയൽ കൊണ്ടുവന്ന് നിർമ്മിച്ച ബെഡാണ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വളരെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ പോലത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ബെഡും ബെഡ്ഷീറ്റ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ചൂട് കുറയ്ക്കുന്ന മാത്രമല്ല നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി സ്വെറ്റിങ് തടയുന്നതിനായിട്ട് ഇത് സഹായിക്കും. പുറമേയുള്ള ചൂട് മാത്രമല്ല നമുക്ക് എഫക്റ്റീവ് ആവുന്നത്, നമ്മുടെ റൂമിൻ്റെ അകത്ത് തന്നെ പല എക്യുപ്മെൻറ്റ്സിനും ചൂട് ജനറേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ലൈറ്റ്, TV, നമ്മുടെ ചാർജർ, നമ്മുടെ ഫോണിൻ്റെ നിസ്സാരം നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ചാർജർ പോലും ഹീറ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ആവശ്യമില്ലാത്ത സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അൺപ്ലഗ് ചെയ്ത് സൂക്ഷിക്കുക. അതുമാത്രമല്ല, പണ്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ടങ്സ്റ്റൺ പോലത്തെ ബൾബ്സൊക്കെയാണ് നമ്മൾ മിക്കവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം CFL പോലത്തെ ബൾബ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. CFL ആയിരുന്നാലും LED ബൾബ്സ് ആയിരുന്നാൽ പോലും ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സാധാരണ ടങ്സ്റ്റൺ ബൾബിനെക്കാട്ടും വളരെ വളരെ കുറവായിരിക്കും ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇലക്ട്രിസിറ്റി ബില്ലും വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂമിലെ എല്ലാ കാര്യങ്ങളും ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവേശിക്കുന്ന നിങ്ങളുടെ ചാർജർ പോലും നിങ്ങൾ ടേൺ ഓഫ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മിക്കുക. അടുത്തതായി എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മിക്ക ടെറസ് വീടുകളിലൊക്കെ മിക്കവാറും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് റൂഫിങ് ചെയ്യുന്നത്. അലുമിനിയം ഷീറ്റ്സ് പോലത്തെ പല കാര്യങ്ങൾ ഉപയോഗിച്ച് റൂഫിങ് ചെയ്യാറുണ്ട്. പലപ്പോഴും നല്ല കളർഫുള്ളും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന വിധത്തിലുള്ള കളേഴ്സ് നമ്മൾ അതിൽ അടിക്കാറുമുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഷീറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഓർക്കാറില്ല, ഡാർക്ക് കളേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റൂഫിങ് കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ഉള്ള കളറുള്ള റൂഫിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനെ വൈറ്റ് കളർ പോലത്തെ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കളർ യൂസ് ചെയ്ത് തന്നെ പെയിൻറ്റ് ചെയ്യുക. അടുത്ത 9ാമതായി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്ലാന്റേഷനെ പറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനടി ഒരു എഫക്റ്റ് ലഭിച്ചില്ല എങ്കിലും ഒരു 3-4 വർഷത്തിനകം നിങ്ങൾ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റൂമിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ ഗ്രാജുവലി വളരെ വളരെ ഡിക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വീട്ടിന് ദോഷം വരാത്ത രീതിയിലുള്ള ചെടികൾ നിങ്ങൾ വീടിൻ്റെ അരികിൽ വളർത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അടുത്ത 10ാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റിലുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രേഷനെ പറ്റിയാണ്. അതെ, നമ്മൾ വെള്ളം ഇൻടേക്ക് ചെയ്യുന്നത് അളവ് വളരെ കൂടുതലായിരിക്കണം. ഈ സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ സ്വെല്ലൻ ഫീറ്റ്, ഹെഡ് ഏക്ക്, ഹീറ്റ് സ്ട്രോക്ക് പല പ്രശ്നങ്ങളും നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് ഈ ചൂട് സമയത്ത് നിങ്ങൾ ഹൈഡ്രേറ്റ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെള്ളം മാത്രമല്ല, തണ്ണിമത്തൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ പല രീതിയിലുള്ള ഫുഡിൽ വെള്ളമടങ്ങിയുള്ള ഫുഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഹൈഡ്രേറ്റ് ആവാവുന്നതാണ്. എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.